കെ ശശി ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിയായി മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ പ്രഖ്യാപിച്ചു. UDF പിന്തുണയോടെയാണ് കെ ശശി മത്സരിക്കുക. മറ്റു മണ്ഡലങ്ങളിൽ UDFനെ പിന്തുണയ്ക്കുമെന്ന് മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ അറിയിച്ചു. ജനാധിപത്യ മാർക്സിസ്റ്റ് കൂട്ടായ്മയുടെ ഒറ്റപ്പാലം മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ട് സഖാവ് കെ ശശി മാത്രമാണ്. മറ്റുള്ള മണ്ഡലങ്ങളിലില്ല. അപ്പൊ അവിടെ ഞങ്ങൾ എന്ത് സമീപനമാണ് എല്ലാ UDFന് പരിപൂർണമായിട്ടുള്ള പിന്തുണ, UDFന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നതിനാണ്. ജില്ലയിലെ അസംതൃപ്തരായിട്ടുള്ള മാർക്സിസ്റ്റ് കൂട്ടായ്മയുടെ പ്രവർത്തകരെല്ലാം ഒരുമിച്ച് ഈ പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾക്ക് പരിപൂർണമായിട്ടുള്ള പിന്തുണ ഉറപ്പുവരുത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നല്ല ആവേശത്തോടു കൂടിയാണ് UDF പ്രവർത്തകരുള്ളത്. ഒറ്റക്കെട്ടായിട്ട് UDFന്റെ പ്രവർത്തകരും ഞങ്ങളും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഒറ്റപ്പാലം മണ്ഡലത്തിൽ നടക്കുക. നല്ല വിജയസാധ്യതയും നല്ല പ്രതീക്ഷയുമാണ് ഞങ്ങൾക്കുള്ളത്. വിവരങ്ങൾ നൽകാനായി ചേർന്നു. സാജിദ്, പ്രതീക്ഷിച്ച പോലെ തന്നെ കെ ശശി സ്ഥാനാർത്ഥിയാവുകയാണ്. ഇനി ആരെയൊക്കെയാണ് ശശി ഒപ്പം കൂട്ടുക എന്നുള്ളതാണ് അറിയാനുള്ളത്. അനിഷ, CPM-മായി കലഹിച്ച് പുറത്തുപോയ കെ ശശി മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മയുമായി സഹകരിച്ച് വരികയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്, ധാരണയിലെത്തിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ UDF സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് മത്സരിക്കുകയാണ്. സ്വതന്ത്ര ചിഹ്നത്തിലായിരിക്കും അദ്ദേഹം മത്സരിക്കുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന കാര്യത്തിൽ ഈ കോൺഗ്രസിന്റെയും UDFന്റെയും ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഒരു തീരുമാനമുണ്ടാകും. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഈ മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മയുടെ നേതാക്കൾ ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഓഫീസിലേക്ക്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ ബോർഡുകളും മറ്റും എത്തുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും മണ്ണാർക്കാട്, ഒറ്റപ്പാലം, കോങ്ങാട്, ഷൊർണൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇത് UDFന് ഗുണകരമാകുമെന്നതിൽ സംശയമില്ല. ഷൊർണൂർ പോലെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലത്തിൽ ഒരുപക്ഷെ അത് ഈ LDFന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടി കോങ്ങാട്, അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് UDFന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ്. ഒറ്റപ്പാലത്ത് ഇവർ കണക്ക് കൂട്ടുന്നത് തച്ചനാട്ടുകര, അതോടൊപ്പം തന്നെ കരിമ്പുഴ പഞ്ചായത്തുകളിൽ പരമാവധി വോട്ട് ഉയർത്തുകയും മറ്റ് പഞ്ചായത്തുകളിൽ LDFന്റെ വോട്ടിൽ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ശശിക്ക് വിജയിക്കാം എന്നുള്ളതാണ്. എന്തായാലും വളരെ തന്ത്രപൂർവ്വം ഒരു 3-4 മണ്ഡലങ്ങളിൽ, അതോടൊപ്പം തന്നെ ചിറ്റൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അത് UDFന് ഗുണകരമാകുമെന്ന് UDFും കണക്ക് കൂട്ടുന്നു. കെ ശശി അനൗപചാരികമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നാളെ വലിയ റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അനീഷ.